സോ ഗായ്സ് നമ്മൾ വീട്ടിലെത്തി ആൻഡ് ഞാൻ എന്തൊക്കെയാണ് മേടിച്ചെന്ന് കാണിച്ചാൽ ഓക്കെ. ഇതാണ് നമ്മൾ മേടിച്ച സാധനങ്ങൾ. എല്ലാം കൂടിയിട്ടൊരു 120 സംതിങ് ആയിട്ടുണ്ട്. ഇതിനാകെ 10 രൂപ പൈസ. ഞങ്ങൾ 2 എടുത്തു. പിന്നെ ഇതൊക്കെ മേടിച്ചു. പിന്നെ ഒരിക്കലും അവിടെ നിന്ന് കട്ട സാധനമാണിത്. കടയിൽ നിന്ന് എടുത്തോണ്ട് ഒരു മുന്തിരിങ്ങളുടെ സാധനം. സോ ലെറ്റ്സ് മേക്ക്. നമ്മൾക്ക് ഇന്ന് ഉണ്ടാക്കേണ്ടതെന്ന് കാണിച്ചാൽ. സോ ഗായ്സ് വി ആർ മേക്കിംഗ് സാമ്പാർ ടുഡേ. ഒത്തിരി അരി കഴുകുകയാണ്. അപ്പോൾ നമ്മളിത് സാമ്പാറും കേബേജ് ഉപ്പേരിയും കോളിഫ്ലവർ വറുത്തതാണ് ഉണ്ടാക്കാൻ. സോ ലെറ്റ്സ് മേക്ക് ഇറ്റ്. ഇവിടെ ഒടുക്കത്ത വെയിലാണ് കേട്ടോ. കത്തിച്ചൊരിയുന്ന ബാംഗ്ലൂരാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ ഇപ്പം നല്ല രാവിലെ നല്ല തണുപ്പായിരുന്നു കേട്ടോ. ഇപ്പം നല്ല വെയിൽ. ഇനി കുറച്ച് നേരം വീണ്ടും നല്ല തണുപ്പാവും. രാത്രി കഴിയുമ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഞാനിത് സാധനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ കഴുകിയിട്ട് അരിയാം. ഓക്കെ. കുക്കറിൽ പരിപ്പും ഇത് അടിച്ച് വെച്ചിട്ടുണ്ട്. സാമ്പാർ വയ്ക്കാൻ എനിക്ക് മുന്നേ അറിയുന്നത്. പക്ഷേ ഞാൻ ഇവിടെ വന്നതിൻ്റെ ശേഷം ഫസ്റ്റ് ടൈമാണ് സാമ്പാർ വയ്ക്കുന്നത്. ചിക്കൻ വെച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം. സാമ്പാറൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ പരിപ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കേബേജും പച്ചമുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ സാമ്പാറിനുള്ള കഷ്ണങ്ങൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കോളിഫ്ലവർ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടിയിട്ട് വെള്ളത്തിലിട്ടിട്ടുണ്ട്. നമുക്ക് നമ്മൾ സാമ്പാർ വെച്ച് പരിപ്പ് നമുക്ക് നോക്കാം. പരിപ്പ് അത്യാവശ്യം എന്തൊക്കെ ഉണ്ട്. അതൊക്കെ വന്നാൽ ആരപ്പം നോക്കണം. ഞങ്ങൾക്ക് തിന്നാനല്ലേ. നമുക്ക് നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇരിക്കണം. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മളുടെ പരിപ്പിൻ്റെ കൂടെ. നമുക്ക് നമ്മളെ പച്ചക്കറികളൊക്കെ ഇരിക്കണം. ആകെ ഉരുളൻകിഴങ്ങും സവാളയും പച്ചമുളകും മാത്രമേ പെടുന്നുള്ളൂ. പിന്നെ നമുക്ക് മറ്റേ തക്കാളിയും വെണ്ടക്കായും നമുക്ക് വഴറ്റിയിടാം. നമുക്കിതിട്ടിട്ട് അടുപ്പത്ത് വെച്ചിട്ട് വിസിലടിക്കാം. ഓക്കെ. സെറ്റിയും ഇവിടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊന്നും ഞങ്ങൾ രണ്ടാണ് കഴിക്കില്ല. ആകെ ഞാൻ ഈ സാമ്പാറിൽ കഴിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മറ്റേ ഉരുളൻകിഴങ്ങ് മാത്രമാണ്. പിന്നെ അവൾക്ക് നൈനൂന് വെണ്ടക്കായ വേണം പറഞ്ഞിട്ടാണ് വെണ്ടക്കായ ഇട്ടിട്ടുള്ളത്. അപ്പം നമുക്കിത് രണ്ടും കൂടിയിട്ട് കുക്കറിലിട്ട് നമുക്ക് അടിച്ചെടുക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളെ സാമ്പാർ ഇതവിടെ വെട്ടി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെയാവും ഇന്നൊന്നും എനിക്കറിയത്തില്ല. ടേസ്റ്റ് ഉണ്ടാവുമെന്ന് നമുക്ക് അറിയത്തില്ല. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല കട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന പോലെയുള്ള ടേസ്റ്റൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ ഒരു അപാകതയുള്ള പോലെ ഉണ്ട്. ഒരു ചേഞ്ച് ഇട്ടുള്ളൂ. അപ്പോൾ നമുക്കിത് മാറ്റിയിട്ട് ഈ ഉണ്ടാക്കി ആക്കണം. സാമ്പാർ ഉണ്ടാക്കി ആക്കണം. എന്നിട്ട് അതിൽ വേണം നമുക്ക് കാബേജ് ഉപ്പേരി ഉണ്ടാക്കുന്നുള്ള കോളിഫ്ലവർ വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എന്താ പറയുക ഫ്രൈ പാൻ ഉണ്ട്. അപ്പോൾ നമുക്കിത് ഇതിലേക്ക് ആക്കിയിട്ട് വേണം കാബേജ് ഉപ്പേരി. പക്ഷേ നമുക്ക് അതിന് മുന്നേ അരി വെക്കാം. ഗൈസ്, അങ്ങനെ ഏറെ കാത്തിരുന്ന് എത്ര 12:45 തുടങ്ങിയത്. 3:12 ഫുഡ് റെഡി ആവുന്നത്. നമ്മുടെ ഫുഡ് വരെ റെഡി ആയിട്ടുണ്ട്. കാണിച്ചു തരാം. നമുക്ക് ഗൈസ് നല്ല ചൂട് ചോറ്, സാമ്പാർ, കോളിഫ്ലവർ വറുത്തത്, കാബേജ് ഉപ്പേരി, നാരങ്ങച്ചാറ്. നമുക്ക് ഇനി ഇതിൻ്റെ റിയാക്ഷൻ ഇവിടെ ആളിരുന്നിട്ട് കഴിക്കാൻ നോക്കുന്നുണ്ട്. അവളോട് ചോദിക്കാം. അപ്പോൾ കുട്ടികളൊന്ന് കഴിക്കട്ടെ. ടേസ്റ്റ് ഉണ്ടാവുകയാണോ തമ്പുരാനറിയാം. എന്താ ചെയ്യാ, ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ലോ. ടേസ്റ്റ് ഒക്കെ ഉണ്ട്. ഞാൻ കഴിച്ചോക്കട്ടെ ഗൈസ്. അപ്പോൾ വായനൊക്കെ വേണം. ബൈ ബൈ, ലവ് യു.